ആനന്ദദർശനം 367 മുതൽ. ജാതി വിഗ്രഹപൂജാതി മോഹദുഃഖാഭിവർത്തകം ത്യജേയോ കർമ്മനിഖിലം രോഗകാര്യൗഷധം യഥാ. ജാതിഭേദം, ബിംബ ആരാധനം, ഈശ്വരപ്രാർത്ഥന മുതലായ കർമ്മങ്ങളാൽ അജ്ഞാനവും ദുഃഖവും വർദ്ധിച്ചു കാണുന്നത് കൊണ്ട് രോഗത്തെ ഉണ്ടാക്കുന്ന ഔഷധത്തെ എന്ന പോലെ അവയെ ത്യജിക്കേണ്ടതാണ്. ഹേ ജനങ്ങളെ, ആ ദുഃഖമതങ്ങളെ എന്തുകൊണ്ടാണ് നിങ്ങൾ ത്യജിക്കാത്തത്? ആ മതങ്ങളിൽ പറയും പ്രകാരം ഈശ്വര പ്രാർത്ഥനാദി കർമ്മങ്ങളെ അനേകകാലമായി ചെയ്തിട്ടും സമദൃഷ്ടിയും ദുഃഖനിവൃത്തിയും ജ്ഞാനാനന്ദവും സിദ്ധിക്കാതെ ഇന്നും പരസ്പരം കലഹിച്ച് അനേക ദുഃഖങ്ങളെ അനുഭവിച്ച് ബാലന്മാരെ പോലെ കരഞ്ഞുകിടക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് അനുഭവമായിട്ടും കൂടി ആ മതങ്ങളെ രോഗവൃത്തികര ഔഷധങ്ങളെപ്പോലെയും വിഷവസ്തുക്കളെപ്പോലെയും നിങ്ങൾ എന്തുകൊണ്ട് ത്യജിക്കുന്നില്ല? ഇക്കാലത്ത് അനേക പരിഷ്കാരങ്ങൾ വരുത്തി പഴയ മോടികളെ തള്ളി പണ്ടത്തേക്കാൾ ബാഹ്യസുഖത്തെ അനുഭവിക്കുന്ന നിങ്ങൾ മതപരിഷ്കാരത്തെ കൂടി വരുത്തി ആന്തരമായ മഹാനന്ദത്തെ അനുഭവിപ്പാൻ ശ്രമിക്കാതെ പുരാതന മതജയിലിൽ തന്നെ കിടന്ന് കാലം കഴിക്കുന്നത് പരിഷ്കൃത പുരുഷന്മാർക്ക് പറ്റിയതാണോ? പരിഷ്കൃതന്മാരിൽ വെച്ച് സർവപ്രകാരത്തിലും അഗ്രഗണ്യന്മാർ പാശ്ചാത്യന്മാർ അല്ലെങ്കിൽ യൂറോപ്യാദികളാകുന്നു എന്നാണ് നമ്മുടെ അഭിപ്രായം. അവരും കൂടി ജ്ഞാനസ്നാനം എന്നതിൻ്റെ അർത്ഥമറിയാതെ പള്ളിയിൽ ഫാദർ മന്ത്രിച്ച് ശിശുവിൻ്റെ തലയിൽ വെള്ളം തളിക്കുന്നതും നദീസ്നാനവുമാണെന്ന് ഇന്നും ധരിച്ച് ആലോചിച്ചു വരുന്നത് മഹാകഷ്ടം തന്നെ. യേശുക്രിസ്തുവിനെ യോഹന്നാൻ നദിയിൽ സ്നാനം ചെയ്യിപ്പിച്ചതുകൊണ്ട് യേശുക്രിസ്തുവിന് ജ്ഞാനം കിട്ടാതെ ഏലി ഏലി ലമാ ബശക്താമി, കർത്താവേ കർത്താവേ എന്നെ കൈവിട്ടത് എന്താണ് എന്ന് കരഞ്ഞ് മരിക്കുവാനാണ് സംഗതി വന്നത്. ഈ പഴയ അജ്ഞാന നിയമത്തെ തന്നെ ഇന്നും ജ്ഞാനസ്നാനമായി വെച്ച് മതജലിൽ കിടന്ന് കരയുന്നത് എന്തുകൊണ്ടാണ്? ഇനിയെങ്കിലും ഒന്ന് ആലോചിക്കുവിൻ. ഹേ പരിഷ്കൃത അഗ്രേസന്മാരായ പാശ്ചാത്യന്മാരെ, ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് ജലസ്നാനം കൊണ്ട് ദേഹത്തിലെ ചെളി കളഞ്ഞ് ദേഹത്തെ ശുദ്ധമാക്കുന്നത് പോലെ ജ്ഞാനം കൊണ്ട് മനസ്സിലെ അജ്ഞാനത്തെ നീക്കി മനസ്സിനെ പരിശുദ്ധമാക്കുന്നതാകുന്നു. അപ്പോൾ മാത്രമേ പാപമോചനം സിദ്ധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ വാദപ്രതിവാദങ്ങൾ ചെയ്ത് ഗുരുമുഖേന സംശയങ്ങളെല്ലാം തീർക്കണം. മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ആത്മാനന്ദത്തെ അനുഭവിക്കണം. ഇതിന് ഒന്നിനും ശക്തിയില്ലാത്ത ശിശുക്കളുടെ മേൽ വൈദികന്മാർ മന്ത്രിച്ച് ജലം തളിക്കുന്നതും നദീസ്നാനം ചെയ്യിപ്പിക്കുന്നതും ജ്ഞാനസ്നാനമാകുമോ? യഥാർത്ഥ ജ്ഞാനവും ശുദ്ധിയും സിദ്ധിക്കുമോ? വൈദികന്മാരെ പുരോഹിതന്മാർക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ്, സയൻസ് മുതലായവയിലുള്ള സകല ജ്ഞാനത്തെയും മന്ത്രിച്ച് ജലം തെളിച്ചും കുളിപ്പിച്ചും ശിശുക്കളിൽ സംക്രമിപ്പിക്കാം, പകർത്താമല്ലോ. അങ്ങനെ ചെയ്യാതെ ശാസ്ത്രങ്ങളെ അഭ്യസിക്കാൻ വേണ്ടി എന്തിന് പാഠശാലകളിൽ ചേരുന്നു? അങ്ങനെ തന്നെ ജ്ഞാനസ്നാനവും മുതിർന്നതിന് ശേഷം അഭ്യസിച്ച് ജ്ഞാനപൂർവ്വം സിദ്ധിക്കേണ്ട ശുദ്ധിയാകുന്നു. നിങ്ങളുടെ ഇടയിൽ നടക്കുന്നത് പോലെ ബ്രാഹ്മണരുടെ ഇടയിലും ഒരു ഉപനയന കർമ്മമുണ്ട്. അത് ബ്രഹ്മജ്ഞാനോപദേശമാണ്. ഈ ജ്ഞാനോപദേശവും ബാല്യനിലയിലാകയാൽ ജ്ഞാനസ്നാനം പോലെ നിരർത്ഥവും നിഷ്പ്രയോജനവുമാകുന്നു. ഈ മഹാജ്ഞാനം ശിശുത്തരന്മാർക്ക് പറ്റുന്നതല്ലെന്ന് അറിയാനുള്ള ജ്ഞാനം കൂടി ഇല്ലാത്ത വൈദിക പുരോഹിതന്മാർ ചെയ്യിക്കുന്ന ജ്ഞാനസ്നാനം കൊണ്ട് ബ്രഹ്മോപദേശം കൊണ്ടും എന്തു ഫലം? ഇങ്ങനെ മതങ്ങളിൽ കുടികൊണ്ടിരിക്കുന്ന അജ്ഞാനകർമ്മങ്ങൾ എത്ര! അവയെല്ലാം ഈ പരിഷ്കൃത കാലത്തും നാടുകടത്തി വിടാതിരിക്കുന്നത് മതാചാര്യന്മാരുടെ ശുക്രദശയും ജനസമുദായത്തിൻ്റെ ഏഴരശനിയും എന്നേ പറയേണ്ടതുള്ളൂ. യുക്തമായത് പറഞ്ഞാൽ ഹിന്ദുക്കളെപ്പോലെ എന്തെങ്കിലും പറഞ്ഞ് ധിക്കരിക്കുന്നവരല്ല നിങ്ങൾ എന്ന വിശ്വാസം കൊണ്ട് അല്പം ഓർമ്മപ്പെടുത്തിയതാകുന്നു. സർവഭൂതഹിതം യൽസ്യാത്തദേവ സഹജം മതം തദാനന്ദമതം തസ്യ മന്യൽ കൃത്രിമദുഃഖദം. സർവഭൂതങ്ങൾക്കും ഹിതമായതേതോ അതാണ് സ്വതസിദ്ധമായ മതം. അത് സത്യമായ ആനന്ദമതമാകുന്നു. മറ്റുള്ള മതം ദുഃഖത്തെ നൽകുന്നതും കൃത്രിമവുമാകുന്നു. ആനന്ദൈകമത സർവേപ്യാനന്ദ സർവതോ മഹാൻ തസ്മിൻ മനോലയോ മോക്ഷോ നാന്യഥാ തഥാ അനേശ പ്രസാദേന മോക്ഷസിദ്ധ്യതീര്യതേ തദയുക്തം ദുഃഖമതമിത്യാനന്ദമതേങ്കിതം. ലോകം മുഴുവനും ഒരേ ആനന്ദമതമാകുന്നു. അതുകൊണ്ട് ആനന്ദമാണ് എല്ലാറ്റിലും വച്ചും മീതെ. ആ ആനന്ദത്തിലുള്ള മനോലയമാണ് മോക്ഷം, മറ്റു പ്രകാരത്തിലല്ല.
മറ്റു പ്രകാരത്തിലല്ല നിശ്ചയം. അപ്രകാരമല്ല. മോക്ഷം ഈശ്വരപ്രസാദം കൊണ്ടാണ് എന്ന് പറയുന്ന മതം അയുക്തമായ ദുഃഖമതമെന്നാണ് ആനന്ദമതത്തിന്റെ അഭിപ്രായം. പ്രത്യക്ഷ സൂര്യം ധികൃത്യ നിമീല്യാക്ഷിദ്വയം നരഃ വിശ്വസ്യ ദൈവം യോഗശ്ചേത് പദത്യൈവ പരിഭ്രമൻ അന്നം നിരസ്യക്ഷുശ്ചാദ്യൈ ദൈവം ഭജതി യോ നരഃ ദുഃഖം ഗച്ഛേത് ക്ഷുധാർത്ഥഃ ക്ഷുച്ഛാന്തിം ന കദാചന. തഥൈവാനന്ദമുത്സൃജ്യ നിജമാന്തരമത്ഭുതം ഈശ്വരാരാധനരതോ ദുഃഖമേവ സ ഗച്ഛതി. പ്രത്യക്ഷത്തിലുള്ള സൂര്യനെ ധിക്കരിച്ച് ദൈവത്തെ വിശ്വസിച്ച് കണ്ണു ചിമ്മി നടക്കുന്നവൻ വഴിതെറ്റി വീഴും. ആഹാരം വിട്ട് വിശപ്പ് മാറ്റാനായിക്കൊണ്ട് ദൈവത്തെ ഭജിക്കുന്നവൻ വിശന്ന് ദുഃഖിക്കേണ്ടി വരും. ഒരിക്കലും വിശപ്പ് മാറുകയില്ല. അപ്രകാരം ആന്തരമായും അത്ഭുതമായും ഇരിക്കുന്ന നിജാനന്ദത്തെ വിട്ട് ഈശ്വരനെ ആരാധിക്കുന്നവൻ ദുഃഖത്തിൽ മാത്രമാണ് എത്തുക. എന്നാൽ ശരിക്കും നടക്കാതെയും ദൈവത്തെ ഭജിച്ചാൽ ദൈവം വന്ന് കൈവടിച്ച് ശരിക്കും നടത്തിക്കുകയും ചോറ് തന്ന് വിശപ്പ് മാറ്റുകയും ചെയ്യുകയില്ല. അപ്പോലെ മനസ്സിനെ നിലയ്ക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ ആനന്ദവൃത്തത്തെയും ദൈവം തരികയില്ല. മേൽപ്പറഞ്ഞ 3 പ്രവൃത്തിയും തന്റെ ധർമ്മമാണ്, ദൈവത്തിന്റെ ധർമ്മമല്ല എന്ന് സാരം. ഈശ്വരം തം വശീകർത്തും പ്രവദന്തി മതന്യഹോ മനസ്സസ്യ വശം കർത്തും ആനന്ദമതമാഹന. ആ ഈശ്വരനെ മതകർത്താക്കന്മാരാലും മറ്റുള്ള സർവ്വജനങ്ങളാലും സർവ്വലോക പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഈശ്വരനെ വശീകരിപ്പാനായിക്കൊണ്ട് മതങ്ങൾ പറയുന്നു. മനസ്സിനെ വശീകരിപ്പാനായിക്കൊണ്ട് ആനന്ദമതം പറയുന്നു. ഇവരുടെ പ്രസിഡന്റായ ഈശ്വരൻ ഒന്നുകൊണ്ടും വശപ്പെടുകയില്ല, ഭക്തന്മാരെ നിഗ്രഹിക്കുകയുള്ളൂ എന്നത് പ്രഥമ അധ്യായത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഈശം പ്രസാദയന്യത്ര മതാന്യന്യാനി മുക്തയേ മനഃപ്രസാദയതിനോ മതമാനന്ദമാന്തരം സൂര്യം പ്രാർത്ഥത്യദേഹിന്യന്മതം തിമിരശാന്തയേ നേത്രം ചികിത്സയതിനോ മതമാനന്ദമാന്തരം. മറ്റുള്ള മതങ്ങൾ മുക്തിക്ക് ഈശ്വരനെ പ്രസാദിപ്പിക്കുന്നു. ആന്തരമായ ആനന്ദമതം മനസ്സിനെ പ്രസാദിപ്പിക്കുന്നു. തിമിരരോഗശാന്തിക്ക് മറ്റുള്ള മതങ്ങൾ സൂര്യനെ പ്രാർത്ഥിക്കുന്നു. ആനന്ദമതം കണ്ണിന് ചികിത്സിക്കുന്നു. കണ്ണിലെ തിമിരരോഗം നീങ്ങുവാൻ സൂര്യനെ അല്ല ഭജിക്കേണ്ടത്, കണ്ണിന് ചികിത്സയാണ് നൽകേണ്ടത്. അപ്രകാരം മനസ്സിന്റെ ദുഃഖം നീങ്ങുവാൻ ഈശ്വരനെ അല്ല പ്രസാദിപ്പിക്കേണ്ടത്, മനസ്സിനെയാണ് പ്രസാദിപ്പിക്കേണ്ടത് എന്ന് സാരം. അഭിപണ്ഡിതവര്യാണാം ദുർഗ്രാഹ്യം മതമന്തരം മൂഢാനാമഭി സുഗ്രാഹ്യമാനന്ദമത വൈഭവാൻ. പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക് കൂടി ആന്തരമായ മതം ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. ആനന്ദമതത്തിന്റെ വൈഭവം കൊണ്ട് മൂഢന്മാർക്ക് കൂടി ആന്തരമതം എളുപ്പത്തിൽ ഗ്രഹിക്കപ്പെടേണ്ട തരത്തിലിരിക്കുന്നു. ഭൂരിപക്ഷേ പ്രാമയന്തി മതാന്യന്യാനി മാനുഷൻ സാരപക്ഷേ രഞ്ജതി നിജാനന്ദമതം ജനാൻ. മതങ്ങൾ മനുഷ്യനെ ഭൂരിപക്ഷത്തിൽ ഭ്രമിപ്പിക്കുന്നു, ആനന്ദമതം ജനങ്ങളെ സാരപക്ഷത്തിൽ രഞ്ജിപ്പിക്കുന്നു. ഭൂരിപക്ഷ സ്വീകരണം ആത്മാജ്ഞാനപ്രകാശനം ചക്ഷുഷ്മതസ്തത് കിമർത്ഥം രൂപഭേദ നിരൂപണേ ദ്വയം ദ്വയം ചത്വാരി ഇതി സംഖ്യാവിനിശ്ചയേ ഭൂരിപക്ഷ സ്വീകരണം ആത്മാജ്ഞാന വിജൃംഭണം ഏവമാനന്ദാനുഭോഗേ മതഭൂരിപരിഗ്രഹം നിജാനന്ദമജാനന്ദ ഏവ കുർവന്തി മാനവാഃ. ഭൂരിപക്ഷത്തെ സ്വീകരിക്കുന്നത് തങ്ങളുടെ അറിവില്ലായ്മയെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കണ്ണുള്ളവന് സുന്ദരൻ ഇന്നവനാണ്, വിരൂപൻ ഇന്നവനാണ് എന്ന് നിരൂപിപ്പാൻ അധികപക്ഷത്തെ സ്വീകരിക്കുന്നത് എന്തിന്? 2 2 4 എന്ന സംഖ്യ തീർച്ചപ്പെടുത്തുവാൻ ഭൂരിപക്ഷത്തെ സ്വീകരിക്കുന്നത് തങ്ങളുടെ അജ്ഞാന വിലാസമാകുന്നു. ഇപ്രകാരം നിജാനന്ദത്തെ അനുഭവിക്കുന്ന വിഷയത്തിൽ അധികപക്ഷത്തെ സ്വീകരിക്കുന്നത് നിജാനന്ദത്തെ അറിയാത്തവർ തന്നെ. ഹിതം ഇന്നതാണ് അഹിതം ഇന്നതാണ് എന്ന് തീരുമാനിപ്പാൻ ശക്തിയില്ലാത്തവരാണ് ഭൂരിപക്ഷത്തെ ആശ്രയിക്കുന്നത് എന്ന് സാരം. ഹിതം ഇന്നതാണെന്ന് അറിഞ്ഞ് വിഷയത്തിൽ നിസ്സാരന്മാരും ഭൂരിപക്ഷത്തെ ആശ്രയിക്കുന്നില്ല. ഊണ്ടാൽ വിശപ്പടങ്ങുമോ എന്ന് സംശയിച്ച് ഭൂരിപക്ഷത്തെ അറിഞ്ഞിട്ടാണ് ഊൺ കഴിക്കുന്നത്? അല്ല. ഇങ്ങനെ പലതുമുണ്ട്. സുന്ദരൻ ഇന്നവനാണെന്ന് അറിവാൻ ഭൂരിപക്ഷത്തെ പിടിക്കുന്നത് കണ്ണില്ലാത്തവരാണ്. അപ്രകാരം മതവിഷയത്തിൽ ഭൂരിപക്ഷത്തെ പിടിക്കുന്നത് ജ്ഞാനക്കണ്ണില്ലാത്തവരാണ്. ഭൂരിപക്ഷ ദോഷത്തെപ്പറ്റി ഇതിൽ 167 ശ്ലോകം മുതൽ 258 വരെ തെളിയിക്കുന്നുണ്ട്.
സൃഷ്ടിസംഹാരകർത്തേഴ് നിന്ദന്തീശം മതന്യഹോ നിന്ദന്തി തഥാഹ്യസ്മദാനന്ദമതമാന്തരം. മതങ്ങൾ ഈശ്വരനെ സൃഷ്ടി സംഹാരകർത്താവ്, സൃഷ്ടിച്ച സന്തതികളെ കൊല്ലുന്നവൻ എന്ന് നിന്ദിക്കുന്നു. ആനന്ദമതം ഈശ്വരനെ അങ്ങനെ നിന്ദിക്കുന്നില്ല. സംഹർത്താരം തം ദയാളും പ്രലപന്തി മതാന്യഹോ തഥാന്യോന്യ വിരുദ്ധം ന വദത്യാനന്ദസമ്മതം. സൃഷ്ടിസന്താനങ്ങൾ സംഹരിക്കുന്ന ആ ഈശ്വരനെ ദയാളു എന്ന് പറയുന്നു. അപ്രകാരം പരസ്പരം അസംബന്ധം ആനന്ദമതം പറയുന്നില്ല. വ്രതാദിഭിർദുഃഖയന്തി മതാന്യന്യന്യകോ വൃഥ ന ദുഃഖയതി തദ്രോധാദാനന്ദമതമാന്തരം. മതങ്ങൾ വ്രതം, ഈശ്വരപ്രാർത്ഥന, യാഗം മുതലായ കർമ്മങ്ങൾ കൊണ്ട് വൃഥ മനുഷ്യരെ ദുഃഖിപ്പിക്കുന്നു. വ്രതാദികളെ നിർത്തൽ ചെയ്യുന്നത് കൊണ്ട് ആനന്ദമതം ദുഃഖിപ്പിക്കുന്നില്ല. സന്യാസിനാമപ്യലഭ്യോ നിജാനന്ദോ മതന്തരൈ സംസാരിണാഞ്ച സുലഭോ ഹ്യാനന്ദമതവൈഭവാൽ. സന്യാസികൾക്ക് കൂടി മറ്റുള്ള മതങ്ങൾ കൊണ്ട് നിജാനന്ദം കിട്ടുന്നില്ല. ആനന്ദമത വൈഭവം കൊണ്ട് സംസാരികൾക്ക് കൂടി നിജാനന്ദം കിട്ടുന്നുണ്ട് എന്ന് ആനന്ദ സോപാനം നോക്കിയാൽ അറിയാം. സന്യാസികൾക്ക് നിജാനന്ദം കിട്ടുന്നില്ലെന്നുള്ളത് ആനന്ദവിരോധികളായ ഭിക്ഷാടനം, സർവത്യാഗം, ഈശ്വരപ്രസാദക മന്ത്രസ്തോത്രാദികൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അറിയാം. ഈശ്വരനെ പ്രസാദിപ്പിച്ച് വാങ്ങേണ്ടതല്ല നിജാനന്ദം എന്ന് അവർ അറിയുന്നില്ല.